എല്ലാവർക്കും നമസ്കാരം. അപ്പോളേ ഞാനിപ്പം വൈകുന്നേരം എത്തിയുള്ളൂ. അതാണ് ഇപ്പം ഇട്ട ഉടുപ്പൊന്നും മാറ്റിയില്ല. അപ്പം വൈകുന്നേരം പരിപാടി എന്താണെന്ന് വെച്ചാൽ എൻ്റെ അയൺ ബോക്സ് ഇല്ലേ, എൻ്റെ അയൺ ബോക്സ് ഇപ്പം കേടായി. കറണ്ടിൻ്റെ ഉണ്ട് എനിക്ക്, അതിപ്പോൾ കേടായി. അപ്പോൾ എനിക്ക് അയൺ ചെയ്യണം. അപ്പം ഞാൻ അയൺ ചെയ്യാൻ വേണ്ടി ഇത് എത്ര പേർക്ക് അറിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് നമ്മുടെ പുരാതന പുതിയ തലമുറയ്ക്കൊന്നും അറിയില്ല. കണ്ടോ, ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഞാൻ 2-3 ചിരട്ട അടുപ്പിലിട്ടിട്ടുണ്ട്. ചിരട്ട ഞാൻ കാണിച്ചു തരാം ഇട്ടത്. അതിനിപ്പോൾ ഇതിലകത്താക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു ഇതുണ്ടോ മൊത്തം ചുളുക്കായതാണ്. അപ്പോൾ കറണ്ട് അത് കേടായതുകൊണ്ടേ എനിക്ക് അയൺ ചെയ്യാൻ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ അങ്ങനെ ഇത് അച്ഛമ്മയുടെ വീട്ടിലിരുന്നാണ്, അവിടെ ഞാൻ പൊക്കിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ചിരട്ട എന്തായാലും നോക്കട്ടെ. എന്നിട്ട് ചിരട്ട ഇതിനകത്താക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഒരു 2 ചിരട്ട ഞാൻ ഇതിലിട്ട് കനലാക്കുവാണ് കേട്ടോ. എന്നിട്ട് വേണം നമ്മുടെ ഷർട്ട് തേച്ചെടുക്കാൻ. അത് ഞാൻ കനലാക്കി പൊടിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ പൊടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തേക്കുവാണ്. ഞാനിവിടെ ഒരു 3 ചിരട്ട ഇതിലിട്ട് ഇതാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒന്ന് ഈ തേങ്ങയുടെ ഇത് അംശം പോകത്താണ്, അതാണ് ഇങ്ങനെ പുകയുന്നത്. ശരിക്കും ഇത് കനലൊക്കെ ആക്കിയിട്ടാണ് തേക്കേണ്ടത്. ഉപയോഗിച്ചിട്ട് കുറച്ചായല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. നമ്മുടെ മേശയാണെങ്കിലേ കുറച്ച് തുള്ളാണ്, അപ്പോൾ അതുകൊണ്ടാണിത് നിൽക്കാത്തത്. പക്ഷേ ഇത് നല്ല ഇതുണ്ടോ, നിങ്ങൾക്ക് റിസൾട്ട് അറിയുന്നുണ്ടോ അറിയില്ല. അതിനെ വടി പോലെ കണ്ടോ. ഇതാണ് ഇതിൻ്റെ ഈ ചിരട്ട കത്തിച്ചുള്ള ഇസ്തിരിപ്പെട്ടി. ഓക്കെ, എത്ര പേർക്ക് ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് എന്തായാലും അറിയാൻ സാധ്യതയില്ല. അപ്പം ഞാനിതൊന്ന് തേച്ചെടുത്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ ഇത് കാണിച്ചു തരാം കേട്ടോ. ഷർട്ടിൻ്റെ ഞാൻ എൻ്റെ തേപ്പ് പെട്ടി കൊണ്ട് തേച്ച് കഴിഞ്ഞു. ഇതുണ്ടോ, ഇത് മൊത്തം ചുളിവുകൾ വീണ്ട ഷർട്ടായിരുന്നേ. അപ്പോൾ പെട്ടെന്ന് ഈ കറണ്ടിൻ്റെ ഇത് ഒത്തിരി വർഷമായി ഞാൻ കറണ്ടിൻ്റെ പെട്ടി മേടിച്ചിട്ട്, അതിപ്പോൾ കേടായതുകൊണ്ട് ഇത് പിന്നെ പെട്ടെന്ന് ഞാൻ ഇന്നലെ പോയപ്പോൾ പൊക്കിക്കൊണ്ട് വന്നു. അപ്പോൾ ഇതൊന്നും ഇന്നത്തെ തലമുറ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ ഈ ഷർട്ടൊന്ന് തേച്ച് കാണിച്ചാണ്. അപ്പം ഇത് മാക്സിമം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പുതുതലമുറക്ക് അറിയാൻ വേണ്ടി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതിനകത്ത് ഈ തേങ്ങ എടുത്ത് പൊതിയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ പുകയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിന് നമ്മളെ ഈ നല്ല ചിരട്ടയല്ല, ഇത് ഈ തേങ്ങയുടെ അംശമുള്ളൊരു ചിരട്ടയായിരുന്നു ഇട്ട് കത്തിച്ചത്, അതാണ് ഇങ്ങനെ പുകയുന്നത്. അല്ലെങ്കിൽ നല്ല കനൽ ഇട്ട് കാണാമായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഊതിയൊക്കെ കൊടുക്കും, ഇങ്ങനെ ഊതി കൊടുത്തു കഴിഞ്ഞാൽ ആ കനലിൻ്റെ ഇത് കാണാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് പുകയാണ് മൊത്തം. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. അപ്പം ഇനിയും വളർത്തി നീട്ടുന്നില്ല. അപ്പം ഇങ്ങനത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പുതിയ തലമുറക്കായിട്ട്. അപ്പം മറക്കല്ലേ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.